ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, പണമുണ്ടെങ്കിൽ പലതും നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പലതും പണം കൊടുത്ത് സ്വന്തമാക്കിയവരാണ് നമ്മിൽ പലരും. അതിൽ നമ്മുടെ പ്രതാപവും ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യവും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ വില കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത ഒരുപാട് സംഗതികളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 20-21 തിരുവചനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ ദൈവത്തിൻ്റെ നൽവരം ലൗകിക ധനം കൊണ്ട് സമ്പാദിക്കാമെന്ന് വിചാരിച്ചതിനാൽ നിന്റെ പണം നിന്നോടുകൂടെ നാശത്തിലേക്ക് പോകട്ടെ. നിന്റെ ഹൃദയം ദൈവമുമ്പാകെ നേരുള്ളതല്ലാത്തതിനാൽ ഈ വിശ്വാസത്തിൽ നിനക്ക് ഓഹരിയും അവകാശവും ഇല്ല തന്നെ എന്ന് പറഞ്ഞു. ശരിക്കും ഇവിടെ ഒരു മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ദൈവീക നൽവരങ്ങൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോസ്തലന്മാരാൽ നടക്കുന്ന അടയാളങ്ങൾ കണ്ടിട്ട് ആഭിചാര പ്രവൃത്തിയിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ആ നൽവരം പണം കൊടുത്ത് വാങ്ങി അതും ഉപയോഗിച്ച് വീണ്ടും പണമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ആത്മീയ നൽവരം പണം കൊടുത്ത് വാങ്ങുന്നത് കുറ്റകരമാണെന്നും അതങ്ങനെ ലഭ്യമാകില്ലെന്നും അതങ്ങനെ ലഭ്യമായിട്ട് അതുപയോഗിച്ച് ആദായമുണ്ടാക്കാൻ കഴിയില്ലെന്നും വ്യക്തമായി വചനം പഠിപ്പിക്കുകയാണ്. ആത്മീയ നൽവരം അർഹരായവർക്ക്, യോഗ്യരായവർക്ക് ദൈവം നൽകുന്നതാണ്. ഇവിടെ അവൻ്റെ കുറവ് വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ട്. നിന്റെ ഹൃദയം ദൈവമുമ്പാകെ നേരുള്ളതല്ലാത്തതിനാൽ ഈ വിശ്വാസത്തിൽ നിനക്ക് ഓഹരിയും അവകാശവും ഇല്ല. നേരുള്ള ഹൃദയം ഒരാൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് ദൈവിക നൽവരം സമ്പാദിക്കുവാനുള്ള, സ്വന്തമാക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം. നേരുള്ള ഹൃദയം സ്വന്തമായിട്ടില്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിൽ മറ്റെന്തൊക്കെ അവകാശപ്പെട്ടാലും എത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഈ അതിശ്രേഷ്ഠമായ നൽവരത്തിന് യോഗ്യനായി തീരുന്നില്ല. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കരുതേണ്ട ഒരു കാര്യമാണിത്. ദൈവിക നൽവരങ്ങളൊന്നും ലൗകികമായ പണം കൊടുത്ത് സ്വന്തമാക്കാൻ ഒക്കില്ല. അങ്ങനെ സ്വന്തമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിനൊരാശ്വാസവും സംതൃപ്തിയും ലഭിക്കുന്നു എന്നതിലപ്പുറത്ത് ഈ നൽവരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടില്ല എന്ന് തന്നെ വേണം നാം തിരിച്ചറിയുവാൻ. പണം കൊടുത്ത് പ്രാപിക്കുന്ന ദൈവിക നൽവരങ്ങളൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് ആ പ്രവൃത്തിക്ക് മുതിർന്ന ശീമോൻ്റെ അതേ ചിന്താഗതിയുള്ള പലരും പിൽക്കാലത്തും ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകാം. എന്നാൽ വചനം മാറ്റമില്ലാത്തതാണ്. അത് മാറ്റാൻ ആർക്കും സാധിക്കുകയുമില്ല. നമ്മൾ കരുതലുള്ളവരായിരിക്കുക. നമ്മുടെ ഹൃദയ യോഗ്യത, അതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ തന്നെ ആയിരുന്നാൽ ദൈവം ഈ നൽവരങ്ങൾ നമുക്ക് ദാനമായി നൽകും. അതിന് പണം കൊടുക്കണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കര വെച്ച്